മാലിന്യ സംവിധാനം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2017 കാലഘട്ടത്തിൽ 400-450 ടണ്ണാണ് ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചെയ്തെന്താ, ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കി ആളുകളോട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞ് ഡിസ്പോസബിൾ പരമാവധി കുറച്ച് ഞങ്ങൾ 60 ടണ്ണിൽ താഴെയിലേക്ക് മാലിന്യം കുറച്ചു. ഇവരെന്താ ചെയ്തു? ഈ പൊങ്കാല കഴിഞ്ഞപ്പോൾ മേയർ കൊടുത്ത പ്രസ്താവനയിൽ 800 ടൺ മാലിന്യമാണ് പൊങ്കാല കഴിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ് സ്റ്റേറ്റ്മെന്റ്. ഇന്നോർക്ക ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ല. മാലിന്യം കുമിഞ്ഞു വീടുകയാണ്. അത് വന്നിട്ട് പറയുകയാണ്, ശിവൻകുട്ടി കണ്ട് വിളക്കുശാലയിൽ പ്ലാന്റ് ആരംഭിച്ചത് പൂട്ടിച്ചു, ഞങ്ങളാണ് പൂട്ടിച്ചു. അല്ലെങ്കിൽ എന്ത് വസ്തുത മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്? അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി അന്നത്തെ UDF ഗവൺമെന്റ് ആ പ്രക്ഷോഭത്തിന് അനുകൂലമായി കാര്യങ്ങൾ ചെയ്ത് ശ്രീ ഉമ്മൻചാണ്ടി അടക്കം അതിനകത്ത് ഇടപെട്ടുകൊണ്ട് പ്ലാന്റ് പൂട്ടാൻ തീരുമാനിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്ലാന്റുകളിലൊന്നായിരുന്നു വിളക്കുശാലയിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്. പക്ഷെ അന്നത്തെ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബയോ പ്ലാന്റ് എന്ന നിലയിൽ ജൈവ അഴുകുന്ന മാലിന്യം മാത്രം കൈകാര്യം ചെയ്യേണ്ട പ്ലാന്റിലേക്ക് നമ്മൾ എല്ലാ മാലിന്യങ്ങളും കൊടുത്തുവിട്ടു. അതിന്റെ തകരാറുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്നത്തെ UDF ഗവൺമെന്റ് പ്ലാന്റ് പൂട്ടിയപ്പോൾ ഭരണസമിതി ചെയ്യേണ്ട എന്താ? ഒരു ക്രൈസിസ് വന്നു. മാലിന്യം നഗരത്തിൽ നിറയാതിരിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. ഞങ്ങൾ കയ്യിലിട്ട് നിൽക്കുകയല്ല ചെയ്തത്, അജൈവ മാലിന്യ സംസ്കരണ പരിപാടിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞതുപോലെ ആറ്റുകാൽ പൊങ്കാലയിലെ മാലിന്യം കുറഞ്ഞ മാതൃകയിൽ ജനങ്ങളെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കി, ഡിസ്പോസബിൾ ഒഴിവാക്കി, മാലിന്യത്തിന്റെ അളവ് കുറച്ചു. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, ഇന്ന് ഇന്ത്യയിലെ 7 നഗരങ്ങളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ മാലിന്യ പരിപാലനത്തിൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്ലാന്റ് ഇല്ലാതെ തന്നെ. അതൊരു വേൾഡ് റെക്കോർഡാണ്. ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് സീറോ വേസ്റ്റ് എന്നൊരു പദ്ധതി പോലും നടപ്പാക്കി. അന്ന് പത്ര സുഹൃത്തുക്കളും മറ്റൊക്കെ ചോദിച്ചത് ഇതെല്ലാം കത്തിച്ച് നിങ്ങൾ ഇല്ലാതാക്കിയാലും പറഞ്ഞു. ഓർമ്മയില്ലേ? അന്നത്തെ ചില ആളുകളുടെ ഉണ്ട്, കത്തിച്ചില്ലാതാക്കിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കരിയിലപ്പെട്ടി സ്ഥാപിക്കുന്നത്. ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കരിയിലപ്പെട്ടി വെച്ചിരിക്കും. എന്തിനാ? കത്തിക്കുന്നു എന്ന ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടി സീറോ ബാൻ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ച് കരിയില പോലും കത്തിക്കണ്ട, അത് നമുക്ക് ഉണക്കി വളമാക്കി മാറ്റാം എന്ന സ്കീം അടക്കം അവതരിപ്പിച്ചത് അക്കാലത്താണ്. അപ്പോ വിളക്കുശാല പൂട്ടിയെങ്കിൽ കയ്യും കെട്ടി നിൽക്കാതെ അജൈവ മാലിന്യ പരിപാലനത്തിലൂടെ, ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെ അതിന്റെ അളവ് കുറയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അത് വളരെ സക്സസ് ആയിരുന്നു. ആ മോഡലിനെ ഇല്ലാതാക്കുകയാണോ ഇവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം കൊടുക്കുന്നില്ല, ഇത് പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. അപ്പൊ എല്ലാ സിസ്റ്റത്തിനെയും തകിടം മറിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 5 മാസമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.